ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്രൊജക്റ്റാണ്. സോളാർ പവർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞൻ വണ്ടി. അതിൽ നമുക്ക് പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. ഓക്കെ, പാക്കറ്റ് ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ്. നമുക്കിതിൽ 4 ടയറുകൾ കാണാം. അതിൻ്റെ ബോഡി പാർട്സ് ഉണ്ട്, കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാക്കറ്റ് പ്ലാസ്റ്റിക് റാപ്പിംഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ സ്ക്രൂ ഡ്രൈവർ അടക്കം തന്നിട്ടുണ്ട്. ഇതിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അതിൻ്റെ ബാറ്ററി പാക്ക് അല്ല, സോളാർ പാനൽ ഉണ്ട്, ഒരു മാനുവൽ ഉണ്ട്, പിന്നെ 4 അടിപൊളി ടയറുകൾ. ഇത്രയുമാണ് ഇത് പാക്കറ്റിൻ്റെ അകത്തുള്ളത്. മാനുവൽ നോക്കിയാൽ അതിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ കമ്പോണൻസ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇത് നോക്കിയിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഒരുപാട് കമ്പോണൻസ് ഒന്നും ഇല്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഡബിൾ സൈഡഡ് പേപ്പറാണ്, മാനുവലാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 4 ടയറുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ബോഡി ചേസിസ്. ഇതിലാണ് നമ്മളിത് അസംബിൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അസംബ്ലിങ് വരിക എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പർ ഒന്നുകൂടി പൊളിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉൾപ്പെടെ തന്നിട്ടുള്ളത് കൊണ്ട് വേറെ അസംബ്ലിങ്ങിന് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതതിൻ്റെ സോളാർ പാനലാണ്. അതിൽ അതിൻ്റെ മോട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് സോളാർ പാനൽ. ബാറ്ററി ഒന്നുമില്ല കേട്ടോ, സോളാർ പാനൽ മാത്രമേ ഉള്ളൂ. ഇതതിൻ്റെ നട്ട്, ബോൾട്ട്, സ്ക്രൂ എല്ലാം ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ചേസിസിൽ 4 ക്ലാമ്പ്, ടയർ ഉറപ്പിക്കുന്നതിനുള്ള 4 ക്ലാമ്പ് അസംബിൾ ചെയ്യണം. അപ്പോൾ അത് ക്ലാമ്പ് നമുക്ക് സ്ക്രൂ വെച്ചിട്ടാണ് ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. വേറെ സോൾഡറിങ്ങിൻ്റെയോ വേറെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ട്വീസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കാരണം ഇതിൻ്റെ സ്ക്രൂവും ബോൾട്ടും വളരെ ചെറുതാണ്. അതുകൊണ്ട് കൈകൊണ്ട് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അത്ര വലിയ പാടൊന്നും തോന്നുന്നില്ല. നമുക്ക് ഏതായാലും ക്ലാമ്പ് 1 by 1 ആയിട്ടൊന്ന് ഉറപ്പിച്ച് നോക്കാം. ഓക്കെ ഓക്കെ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ചെറിയ നട്ടാണ്, അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് അത്ര മാത്രം. അപ്പം നമുക്ക് എല്ലാ സ്ക്രൂവും ഒന്ന് ഉറപ്പിച്ച് നോക്കാം. ഓക്കെ, ക്ലാമ്പ് നമ്പർ 1 നമ്മൾ ഉറപ്പിക്കുകയാണ്. ഇതിലാണ് ഇതിൻ്റെ ആക്സിൽ വരുന്നത്. വീല് ഇതിലൂടെയാണ് കയറ്റിയിടുന്നത്. ഇപ്പോൾ ഒരു ക്ലാമ്പ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാമ്പ് ഏകദേശം അതിന് പാരലായിട്ട് കറക്റ്റ് തന്നെ കണക്ട് ചെയ്യണം, എങ്കിലേ വീല് കറക്റ്റ് അലൈൻമെൻറ്റിൽ കിട്ടുള്ളൂ. അതിനുള്ള ഹോൾസ് എല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ചെറിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇൻസ്ട്രക്ഷൻ മാനുവൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അതിൽ പിക്ചർ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 2ാമത്തെ ക്ലാമ്പും ഉറപ്പിച്ച് കഴിയാറായിട്ടുണ്ട്. ഇതിൻ്റെ ചേസിസ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. 2 ക്ലാമ്പ് അത്
മെറ്റൽ പാർട്ട് കൊണ്ടുള്ളതാണ്. നമുക്ക് മൂന്നാമത്തെ ക്ലാമ്പ് ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഒരു ട്വീസർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇത് വളരെ ചെറിയ നട്ടും ബോൾട്ടും ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ടൈം കൺസ്യൂമിംഗ് ഉണ്ട്. എങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കമ്പോണൻസ് അധികമൊന്നുമില്ല. ആകെ ഒരു സോളാർ പാനലുണ്ട്, 2 വീലിൻ്റെ ആക്സിലുണ്ട്, 4 ടയർ, പിന്നെ ഒരു മോട്ടർ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിൽ കമ്പോണൻസ് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. പിന്നെ 1-2 സ്ക്രൂസ് എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് മിസ്സായി പോയാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ 1-2 സ്ക്രൂ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളങ്ങനെ 4ാമത്തെ ക്ലാമ്പ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത കമ്പോണൻസിലേക്ക് നോക്കാം. ക്ലാംപ്സ് എല്ലാം നട്ട് ബോൾട്ട് ഇട്ടതിന് ശേഷം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. വളരെ ചെറിയ കമ്പോണൻസ് ആയതുകൊണ്ടുള്ള ഒരു ടൈം കൺസ്യൂമിങ് മാത്രം. ഇനി ഈ ക്ലാമ്പുകളൊക്കെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അധികം ബലം വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു മീഡിയം ടൈറ്റ് മതിയാവും. വലിയ ഫോഴ്സ് ഒന്നും വരുന്നതല്ലല്ലോ, വളരെ കുഞ്ഞൻ വാഹനമല്ലേ. ഓക്കെ, അപ്പം നമ്മളുടെ ബോഡി ചേസിസിൽ നമ്മൾ ക്ലാമ്പ് കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആക്സിൽ വിത്ത് ഗിയർ, ഒരു പൽചക്രം, വലിയൊരു പൽചക്രം അതിൽ ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ട്. അത് കയറ്റിയിട്ടതിന് ശേഷം ഈ വാഷർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട, ടൈറ്റ് ചെയ്താൽ അത് കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി 2ാമത്തെ ആക്സിൽ നമുക്കൊന്ന് ക്ലാമ്പിലൂടെ കയറ്റിയിടാം. എന്നിട്ട് ഈ വാഷർ ഇൻസേർട്ട് ചെയ്യുക. ഇതൊരു പ്ലാസ്റ്റിക് വാഷറാണ്, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ ഇൻസേർട്ട് ചെയ്യാം. ഒരുപാട് ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ അത്രയും ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ സോളാർ പാനൽ. അതിലൊരു കുഞ്ഞ് മോട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലതിൻ്റെ ഗിയർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ഗിയർ കറക്റ്റായിട്ട് പൽചക്രത്തിൽ മുട്ടാൻ പാകത്തിന് ഉറപ്പിക്കുക. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഈ ഒരു സ്ക്രൂ അതിന് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് റീപ്ലേസ് ചെയ്തിട്ട് ഈ മോട്ടറിൻ്റെ സ്ക്രൂ അതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരും, ആ വീലിലേക്ക്. ഇല്ലെങ്കിൽ ഈ പൽചക്രം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഒന്ന് അഴിച്ചെടുക്കേണ്ടി വരും. ആ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സ്ക്രൂ ആ മോട്ടറിൽ ഉൾപ്പെടെ ഇട്ട് നോക്കാം. ഇതിലിത് ഫിറ്റ് ചെയ്യാനുള്ള പ്രത്യേക മാർക്കിങ്സ് ഒന്നുമില്ല. കുറേ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്ക്രൂ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, മോട്ടർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഗിയർ കറക്റ്റായിട്ട് മുട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിൽ രണ്ട് പൽചക്രം തമ്മിൽ കറക്റ്റായിട്ട് കണക്ഷൻ വന്നാലേ വണ്ടി ഓടുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് അലൈൻമെൻറ്റിൽ തന്നെ വരണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രൂ നമുക്ക് അഴിച്ച് മാറ്റേണ്ടി വരും, കാരണം ആ മോട്ടറിൻ്റെ സ്ഥാനം കുറച്ച് വ്യത്യസ്തമാണ്. ഓക്കെ, മോട്ടർ കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ പൽചക്രം തമ്മിൽ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ പൽചക്രം വന്നിട്ടുള്ളത് കൊണ്ട് ആ നട്ടിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു ട്യൂസർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വീല് കറക്റ്റായിട്ട് കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ സോളാർ പാനൽ ഇതിൻ്റെ ബോഡിയിൽ ഉറപ്പിക്കണം. അതിനൊരു സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കറിൻ്റെ ലേബൽ പതിയെ പറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അത് കറക്റ്റായിട്ട് ആ ബോഡിയിൽ വരുന്ന രീതിയിൽ, പുറത്തൊന്നും പോകാത്ത രീതിയിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ 4 വീലുകളും ഒന്ന് അറ്റാച്ച് ചെയ്യാം. അതിന് പ്രത്യേക സ്ക്രൂവോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതിലേക്ക് കറക്റ്റായിട്ടിരിക്കും. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, ഒരുപാട് ടൈറ്റ് ചെയ്താൽ അത് കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, 2 വീല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുഷ് നെസസറി ആണെങ്കിൽ നമുക്കൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ലൂസായിട്ട് കറങ്ങിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ടയർ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ 4th ടയർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 2 സ്ക്രൂവും ഒരു നട്ടൊക്കെ എക്സ്ട്രാ തന്നിട്ടുണ്ട് അവർ. ഓക്കെ, വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അപ്പം നമ്മളുടെ അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ബുഷ് ചെറിയ ടൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്, വളരെ ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ സൺലൈറ്റിലേക്ക് ഇത് കാണിക്കുമ്പോൾ ഇത് കണ്ടോ, ഈ വീലുകൾ കറങ്ങുന്നത് കണ്ടോ. അപ്പോൾ ഈ സോളാർ പാനലിൽ സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ആ മോട്ടർ കറങ്ങുകയും അത് അതിൻ്റെ വീലിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൽചക്രത്തെ കറക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കാറ് മുമ്പോട്ട് പോകും. കണ്ടോ, നിങ്ങൾക്കിത് കാണാൻ സാധിക്കും, വളരെ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട് സൂര്യപ്രകാശത്തിൽ കാണിക്കുമ്പോൾ. പിന്നെ അത്ര വലിയ പവറുള്ള കാറൊന്നും അല്ല, അതുകൊണ്ട് സ്മൂത്തായിട്ടുള്ളൊരു പ്രതലത്തിൽ വെച്ചാൽ മാത്രമേ ഇത് സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ. ഇതാണ് എൻ്റെ സോളാർ പാനൽ. അത് വെയിലത്തേക്ക് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് കറങ്ങുന്നത് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ കാറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.